ഞാൻ പലരും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും പിന്നെ നമ്മളോടുള്ളൊരു ബന്ധവും, കാരണം ഞാൻ അവർക്ക് കൊടുത്തത് എന്താ പറയുക, വേറൊന്നുമല്ല, എൻ്റെ സ്നേഹമാണ് കൊടുത്തത്. അപ്പോൾ ആ ഒരു സ്നേഹം അവർ പറയണത് വേറെ ആരുടെയിൽ നിന്നും ഞങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് ഇത്രയും ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചേച്ചി എവിടെയാണെങ്കിൽ അവിടെ ഞങ്ങൾ നല്ലൊരു ഇതാണ്. കാരണം അവരെയൊന്നും തീരെ പാർട്ടിയിൽ ഇതാക്കില്ല. ഈ നേതാക്കന്മാർ 2-3 അവരുടെ ഒരു അടിമകളെ മാതിരിയാണ് ഇവരെ കൊണ്ടു നടക്കണത്. ഞങ്ങളിങ്ങനെ ഇരിക്കും, നിങ്ങൾ വേണേൽ പണിയെടുത്തോളുക, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ എല്ലാവർക്കും കുറേ കഴിയുമ്പോൾ മനസ്സ് മടുക്കില്ലേ. അല്ലല്ല, ഇതെനിയിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇത്രയും ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ എനിക്കറിയാം, ഒരു ഇതിറങ്ങി ഒരു വീട്ടിൽ പോയ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ആ മനസ്സ് എൻ്റെ കൂടെയായിരിക്കും. സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ വലിയ ആത്മവിശ്വാസത്തിലാണ് വിജയിക്കുമെന്നൊക്കെ. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ അതിന് പിന്നിലൊരു ഗൂഢാലോചന എന്തായാലും അത് മുമ്പേ ഉണ്ടായിരുന്നു. കാരണം കെ മുരളീധരനോട് ഒരു 1.5 മാസം മുമ്പ്, അന്ന് ഞാൻ ഈ പാർട്ടി തന്നെയല്ലേ, അപ്പോഴും ഇവിടെ വന്ന് മത്സരിക്കാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞു. ചോദിച്ചത് വലിയൊരു നേതാവാണ്. അപ്പോൾ അന്നേ എനിക്കറിയായിരുന്നു ഇതൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ മുരളീധരനെ കൊണ്ട് വീഴ്ത്തി എന്നുള്ള മാത്രമേ ഉള്ളൂ. പെട്ടുപോയതാണ് ശരിക്ക്. കാരണം അല്ലെങ്കിൽ അദ്ദേഹം വടകര വന്നാൽ ഇതിനേക്കാൾ ഇദ്ദേഹത്തിന് ചാൻസ് ഉണ്ടായിരുന്നു. അത് ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള തൃശ്ശൂർ കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞങ്ങളുടെ ഈ അച്ഛനായാലും ഞാനായാലും മുരളീധരനെ ഒരിക്കലും ജയിച്ച ചരിത്രമില്ല തൃശ്ശൂർ. കോൺഗ്രസിനുള്ളിൽ തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. കോൺഗ്രസിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്. കാരണം എനിക്കല്ലെങ്കിൽ ഇത്രയും വോട്ട് കിട്ടില്ലല്ലോ. വെറും 900 വോട്ടിന് സുരേഷ് ഗോപി ഒന്ന് വന്നിട്ട് പോലും കോൺഗ്രസ്സുകാർ മാത്രം കാലുവാരിയുണ്ടാ. എനിക്ക് തോന്നുന്ന ജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരെ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഇത് എനിക്ക് കിട്ടില്ലായിരുന്നു. മുരളീധരനെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നതാണ്. അതേ എന്നെ ചതിച്ച ആൾക്കാരാണ് മുരളീധരൻ്റെ കൂടെയുള്ള. അവരെ പെട്ടെന്ന് മനസ്സ് മാറാനുള്ള കാര്യമൊന്നും ഇല്ലല്ലോ. അവരെന്നും ചതി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ പിതാവ് നിൽക്കുന്ന സമയം തൊട്ട് ചതിയുടെ ഇതാണ് അവർ. ഞാൻ എന്തുകൊണ്ടാണ് അന്ന് ഇവിടെ വന്ന് നിന്ന് പോയത് എന്നുള്ളത് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ആളുകൾ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അവരെന്നെ കാണുമ്പോൾ അവരുടെ സ്നേഹമൊക്കെ കുട്ടിക്കാലത്തുള്ളതും. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് നേതാക്കന്മാരുണ്ട്, ഒരു രക്ഷയില്ല. അവരെ ഇവിടുന്ന് എവിടെയെങ്കിലും റോക്കറ്റിൽ ആരെ കയറ്റി വിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഒരു കാരണവശാലും ജയിക്കില്ലേന് ഞാൻ നോക്കിയിട്ട് കാണണില്ല. കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ ഉള്ള ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല, ഇവിടെ എടുക്കാൻ സമ്മതിക്കില്ല ഇവിടുത്തെ ആൾക്കാർ. കാരണം കെ മുരളീധരൻ ഇതായ പലരുടെയും തല പോകുമ്പോൾ എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ ജയിക്കാൻ അവർ സമ്മതിക്കില്ല. പിന്നെ പ്രചരണത്തിൽ മാത്രമല്ല, അവർ പ്രചരണത്തിൽ മുമ്പിൽ നിൽക്കുന്ന കാണുമ്പോഴേ എനിക്ക് പേടി. അപ്പം അത്രയും പണി പിന്നിന്ന് വരുന്നുണ്ടെന്ന് അർത്ഥം. എല്ലാ ദിക്കിലും നല്ല വോട്ട് കൂടും എന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരിനി കേരളത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു കാലത്ത് ഭരണം പിടിച്ചെടുക്കാൻ വളരെ വൈകാതെ അവർക്ക് പറ്റും. അല്ല, അപ്പം അത് ഇതിലിരുന്നപ്പോഴും എനിക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പോയത്. അപ്പോൾ പിന്നെ അവരെ വായന്ന് വേറെ നല്ലതൊന്നും, പിന്നെ ശരിയായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് സങ്കടമുണ്ട്, അത് ഞാൻ പറയാം. ശരിക്ക് ഉള്ളതുകൊണ്ട് നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നല്ല ശരിക്കുള്ള സങ്കടമുണ്ട്. മറ്റേതൊക്കെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള വിവരമില്ലാത്ത കുറേ ആൾക്കാർ പറഞ്ഞു, അതാരും മൈൻഡ് ചെയ്യാനാണ്. തീർച്ചയായിട്ടും ഇലക്ഷൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാവും കോൺഗ്രസ്.